ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നത് ഹനുമാൻ ജയന്തിയെക്കുറിച്ചാണ്. ഹനുമത് ജയന്തി നാളെയാണ്, 30-ാം തീയതിയാണ് ഹനുമത് ജയന്തി. കാരണം ധനുമാസത്തിലെ കറുത്ത വാവും മൂലനക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം നമ്മൾ ഹനുമത് ജയന്തിയായി ആഘോഷിക്കാറുണ്ട്. ഈ 2024 തന്നെ ചൈത്രമാസത്തിൽ മറ്റൊരു ഹനുമത് ജയന്തി ആഘോഷിച്ച് കഴിഞ്ഞു. ഇത് രണ്ടാമത്തതാണ്. അത് പൗർണമിയിലാണ് വരുന്നത്. ഇത് കറുത്ത വാവ് ദിവസമാണ് വരുന്നത്. അപ്പോൾ നാളെയാണ് ഹനുമത് ജയന്തി. അപ്പോൾ ഞാൻ പറയാതെ തന്നെ ഹനുമാൻ സ്വാമിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. സർവ വ്യാകരണ പണ്ഡിതനാണ്. അതായത് സർവ വേദങ്ങളും ഉപനിഷത്തുകളും അതുപോലെ തന്നെ പുരാണങ്ങളും എല്ലാം ഹൃദിസ്ഥമാക്കിയ സ്വാമിയാണ് ഹനുമാൻ സ്വാമി. കലിയുഗത്തിലും ഹനുമാൻ സ്വാമി ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണ്. ഒരിക്കലും മരണമില്ലാത്ത ഒരു ഭഗവാനാണ് നമ്മുടെ ഹനുമാൻ സ്വാമി. കൂടാതെ വായുപുത്രൻ കൂടിയാണ്, വായുവിൻ്റെ പുത്രൻ കൂടിയാണ് ഹനുമാൻ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ ക്ഷിപ്രപ്രസാദി കൂടിയാണ് ഹനുമാൻ സ്വാമി. കാരണം വായു വേഗത്തിലാണ് ഭക്തരുടെ ആഗ്രഹങ്ങൾ ഹനുമാൻ സ്വാമി സാധിച്ചു തരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തിൽ പാളയത്തിൽ തന്നെ വളരെ പുരാതനമായ ഹനുമാൻ ക്ഷേത്രമുണ്ട്. അവിടെ ഞാനും പോകാറുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒട്ടുമുക്കാൽ പേർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രം കൂടിയാണത്. അതല്ലാതെ പിന്നെ ശുചീന്ദ്രത്തിലുള്ള ഹനുമാൻ സ്വാമി, അതും ഞാനൊരു കഴിഞ്ഞ ഹനുമാൻ ജയന്തി, അതായത് പൗർണമിയിലുള്ള ഹനുമാൻ ജയന്തിയിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ വായു വേഗത്തിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം ഹനുമാൻ സ്വാമി സാധിച്ചു തരുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ ഏറ്റവും കടുത്ത ഭക്തൻ കൂടിയാണ് നമ്മുടെ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമി പിളർന്നിരിക്കുമ്പോൾ അതിനുള്ളിൽ ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും ചിത്രം വെച്ചുള്ള പല ഫോട്ടോകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ഭയമില്ലായ്മ, നല്ല ആരോഗ്യം, അതുപോലെ തന്നെ വാക്ചാതുര്യം, അതായത് സംസാരിക്കാനുള്ള കഴിവ്, അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. ഐതിഹ്യം എന്തായാലും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് നാളെ വരുന്നത്. അപ്പോൾ എല്ലാവരും സ്വാമിയെ പ്രാർത്ഥിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെറ്റില മാലയാണ് ഹനുമാൻ സ്വാമിക്ക് ചാർത്തേണ്ടത്. വെറ്റില മാല ചാർത്തുമ്പോൾ വെറ്റിലയിലെല്ലാം ഇങ്ങനെ ശ്രീരാമജയം എന്ന ചന്ദനം കൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞൾ കൊണ്ടോ എഴുതുന്നത് വളരെ അഭികാമ്യമാണ്. മറ്റുള്ള എല്ലാ പൂജകളും പോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള ശ്രീരാമസ്വാമി പട്ടാഭിഷേക ചിത്രമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ ചിലരൊക്കെ വീട്ടിൽ വെച്ച് അങ്ങനെ ഹനുമാൻ സ്വാമി മാത്രമേ ആരാധിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിലും ഹനുമാൻ സ്വാമിയുടെ ചിത്രമുള്ളവരായാലും അതുപോലെ തന്നെ ശ്രീരാമ പട്ടാഭിഷേക ചിത്രമുണ്ടെങ്കിലും അതിൽ ഹനുമാൻ സ്വാമി ഉണ്ടാവുമല്ലോ. ശ്രീരാമൻ എവിടെയുണ്ടോ അവിടെ ഹനുമാൻ സ്വാമിയും ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ആ ചിത്രങ്ങളിലെല്ലാം വളരെ സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് 5 തിരിയുള്ള ഭദ്രദീപം കൊളുത്തി ഭഗവാനെ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ മനസ്സുകളിലേക്കും ഒക്കെ ആനയിക്കണം. അപ്പോൾ ഏതൊരു പൂജ ചെയ്യുമ്പോഴും നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഏറ്റവും ആവശ്യക്കാരിലേക്ക് അന്നദാനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് നമുക്ക് ആരെയും നിങ്ങൾ ചെയ്യൂ എന്ന് പറയാൻ കഴിയില്ല. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമാണ്. ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമാണ്. അത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഞാൻ വിശ്വാസികളായുള്ള എൻ്റെ ഫ്രണ്ട്സിനോടാണ് ഹനുമാൻ ജയന്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ ഫാമിലിക്കും, എന്നെ സ്നേഹിക്കുന്നവർക്കും കൂടെ നിന്ന എല്ലാ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെ 1000 ഹനുമാൻ ജയന്തി ആശംസകൾ.